Hello all, welcome to Dakshina Learnings. Dakshina Learningsന്റെ തീം ബേസ്ഡ് ഹിസ്റ്ററി അനാലിസിസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്? ടെമ്പിൾ ആർക്കിടെക്ചറും വേരിയസ് സ്റ്റൈൽസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, അതായത് കൾച്ചറൽ സൈറ്റ്സ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള. നമ്മൾ പലതരത്തിലുള്ള ടെമ്പിൾസ് പഠിച്ചിരുന്നു, പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ പോർട്സ്. പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വലിയ വലിയ തുറമുഖങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലേ? അതും ഏൻഷ്യന്റ് ഇന്ത്യയിലെ പോർട്സിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും എന്താ നമ്മളെ മനസ്സിലേക്ക് കയറി വരുന്നത്? വളരെ പരിമിതമായ സെറ്റപ്പ് ഒക്കെയുള്ള, അതായത് ഇന്നത്തെ പോലെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെയുള്ള പോർട്സ് അല്ല, പക്ഷെ വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയുള്ള പോർട്ടുകളായിരിക്കും പണ്ടുണ്ടായിരുന്നു, ഏൻഷ്യന്റ് ടൈംസിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അവർക്ക് എന്താണ്, ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും പ്രധാനപ്പെട്ട എല്ലാ കച്ചവട കേന്ദ്രങ്ങളുമായിട്ടും വാണിജ്യബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു പരിമിതമായ സൗകര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പോലും അവർ എന്ത് ചെയ്തിരുന്നു? ഈ ഒരു ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ട്രേഡിന്, ആ ഒരു സീ ട്രേഡിന് അല്ലെങ്കിൽ നാവിഗേഷണൽ ട്രേഡിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആയിരുന്ന പോർട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോർട്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് UPSCയുടെ പെർസ്പെക്റ്റീവിൽ, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഈ ഒരു ടോപ്പിക്കിനുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇതിന്റെ റെലവൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? 2020 UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ പീരീഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ദ ടൗൺസ് ഗന്ധശാല, കഡൂര ആൻഡ് ചൗൾ വിയർ വെൽ നോണസ്. എന്തായിരുന്നു ഈ ഗന്ധശാല, കഡൂര അല്ലെങ്കിൽ ചൗൾ എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഗുപ്ത കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 തുറമുഖ നഗരങ്ങളുടെ പേരാണെന്ത്? ഗന്ധശാല, കഡൂര ആൻഡ്, അതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട്, പോർട്സ് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് സീ പോർട്ട് ഇൻ ദ കക്കാത്തിയ കിങ്ഡം? 2017 ചോദിച്ച ചോദ്യമാണ്. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ആൻസർ ബി ആണ്, മുട്ടുപള്ളി ഫോർട്ടാണ്, അല്ലെങ്കിൽ മുട്ടുപള്ളി ഫോർട്ടോട് കൂടിയ ഒരു തുറമുഖ നഗരമുണ്ട്. അതാണ് ഈ കക്കാത്തിയ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സീ പോർട്ടായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കുവാണെങ്കിൽ, സംഘ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോർട്സിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2023 ചോദിച്ചാണ്. ഏതൊക്കെയാണ്? വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യ, കോർക്കൈ, പൂംപുഹാർ ആൻഡ് മുച്ചിരി വിയർ വെൽ നോണസ്. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ സിറ്റീസ് ആണോ, പോർട്സ് ആണോ, സെന്റേഴ്സ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ മേക്കിംഗ് ആണോ, അതോ ഷ്രൈൻസ് ഓഫ് ജെയിൻ തീർത്ഥങ്കരാസ് ആണോ? ആൻസർ നമുക്കറിയാം ബി ആണ്, പോർട്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ, അതുപോലെ തന്നെ മൗര്യ കാലഘട്ടത്തിൽ, ഗുപ്ത കാലഘട്ടത്തിൽ, പിന്നെ സംഘം എറായിൽ, അതുപോലെ തന്നെ സതവാഹന പീരീഡിൽ, പിന്നെ നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ മുഗൾ എറായിൽ, അതുപോലെ നമ്മുടെ മറാത്താസ്, ഈ ഒരു ടൈം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ, ആ ഒരു മിഡീവൽ ടൈംസിൽ, അതുപോലെ തന്നെ ഏൻഷ്യൻ ടൈംസിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? സുത്കജിൻഡോർ ആണ്. ബലൂചിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സുത്കജിൻഡോർ ഹാരപ്പൻ പോർട്ടാണ്. ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ദസ്ത് റിവർ. ദസ്ത് റിവറിന്റെ തീരത്താണ് ഈ ഒരു പോർട്ട് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഏതാണ്? സൊട്കാക്കോ. അതും ഏതാണ്? ഈ ബലൂചിസ്ഥാന്റെ അടുത്ത് തന്നെയായിട്ട് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പോർട്ടാണ് സൊട്കാക്കോ, സിറ്റുവേറ്റഡ് ഓൺ ദ ഷാദിക്കോ റിവർ. ഇറ്റ് വാസ് എ മേജർ ഹാരപ്പൻ ട്രേഡ് ഹബ്ബ്. ഹാരപ്പൻ സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഹബ്ബ് ആയിരുന്നു ഈ ഒരു സൊട്കാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട്. അടുത്താണ് എന്ത്? ബാലക്കോട്ട്. ബാലക്കോട്ടും ബലൂചിസ്ഥാനുള്ളതാണ്. പോർട്ട് ഓൺ ദ വിഡാർ റിവർ, സിഗ്നിഫിക്കൻറ്റ് ഫോർ ഹാരപ്പൻ ട്രേഡ്. അടുത്താണ് ഇത്? അല്ലാദിനോ, അറേബ്യൻ സീലാണ്, പാകിസ്ഥാനിലെ ഏരിയ ആയിട്ടാണ് വരുന്നത്. നോൺ ഫോർ ഇറ്റ്സ് റിച്ച് ഫൈൻഡിങ്സ് ഓഫ് കോപ്പർ ആർട്ടിഫാക്ട്സ്. ഏറ്റവും കൂടുതൽ കോപ്പർ ആർട്ടിഫാക്ട്സ് നമുക്ക് പോർട്ട് റീജിയനിൽ കണ്ടെത്തിയത് എവിടെയാണ്? ഈ അല്ലാദിനോ പോർട്ടിന്റെ അവിടെയാണ്. അടുത്ത എന്താണ്? ലോത്തൽ പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബൊഗാവെ റിവറിന്റെ തീരത്തുള്ള ലോത്തൽ പോർട്ടാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡോക്യാർഡ്സ് ഇൻ ദ വേൾഡ്. എവിടെയാണ്? ബാങ്ക്സ് ഓഫ് ബൊഗാവെ റിവർ, ഇന്ത്യയിലാണ്, ഗുജറാത്തിലാണ് നമുക്ക് ഈ ഒരു ലോത്തൽ പോർട്ട് ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ മാപ്പിലൂടെ ജസ്റ്റ് ആ പോർട്സിന്റെ ലൊക്കേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സുത്കജിൻഡോർ വരുന്നത്, ഇവിടെയാണ് നമ്മൾ സൊട്കാക്കോ വരുന്നത്. ഇനി ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലാദിനോ എന്നുള്ള പോർട്ട്, ഇതാണ് ബാലക്കോട്ട് പോർട്ട്, പിന്നെ നമ്മൾ പറഞ്ഞ ലോത്തൽ.
ഇത്രയും പ്രധാനപ്പെട്ട പോർട്സ് ആണ് നമ്മളിപ്പം ഹാരപ്പൻ സിവിലൈസേഷന്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സംഗം എറ പോർട്സ് ആണ്. 2023 എന്ത് ചെയ്തിട്ടുണ്ട്, സംഗം എറ പോർട്സിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെസ്റ്റ് കോസ്റ്റ് പോർട്ടുകളായിട്ടും അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് പോർട്ടുകളായിട്ടും ഡിവൈഡ് ചെയ്ത് തന്നെ നമുക്ക് ഈ പോർട്ടുകളെ പഠിക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് ഇത് മുസിരിസ്, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്നും പറയുന്നത്, മുച്ചിരി എന്നും പറയുന്നത്. ഈ മുച്ചിരി എന്നുള്ളതാണ് 2023 UPSC ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മുസിരിസ് കണക്റ്റഡ് ഇന്ത്യ വിത്ത് ദ പേർഷ്യൻസുമായിട്ടും അതുപോലെ തന്നെ ഫൊണീഷ്യൻസുമായിട്ടും അസീറിയൻസ്, ഗ്രീക്സ്, ഈജിപ്ഷ്യൻസ് ആൻഡ് റോമൻസ്. ഒരു ടോട്ടൽ വെസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ യൂറോപ്യൻ റീജിയൻ, ആഫ്രിക്കൻ റീജിയൻ ഒക്കെ വെസ്റ്റേൺ വേൾഡ് അതുപോലെ തന്നെ യൂറോപ്പ്, ആഫ്രിക്കൻ റീജിയൻ ഒക്കെ നോക്കുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ഈ ഒരു കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സൗത്ത് ഇന്ത്യയെ കണക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു ഇത് മുസിരിസ് പോർട്ട് അല്ലെങ്കിൽ മുച്ചിരി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, മെൻഷൻഡ് ഇൻ പ്ലിനി ദ എൽഡേഴ്സ് റൈറ്റിംഗ്സ് ആൻഡ് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന ബുക്കിലും അതുപോലെ തന്നെ പ്ലിനി ദ എൽഡറിന്റെ റൈറ്റിംഗ്സിലും ഏത് പോർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മുസിരിസ് പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ മുച്ചിരി പോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് ടിൻഡിസ് പോർട്ട്. ടിൻഡിസ് പോർട്ടിന് ആക്ച്വലി നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട് ആക്ച്വലി. അപ്പം ഈ ഒരു ടിൻഡിസ് പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ സാറ്റലൈറ്റ് ഫീഡിംഗ് പോർട്ട് ടു മുസിരിസ് പോർട്ട്. അതായത് മുസിരിസ് പോർട്ടിന്റെ ഒരു പ്രോക്സി പോർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോർട്ടാണ് ഇത് ഈ പറയപ്പെടുന്ന ടിൻഡിസ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഇത് കോട്ടയം, വെസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരുന്നത്, ലൊക്കേറ്റഡ് ഓൺ ദ കൊഡൂർ റിവർ, ഇമ്പോർട്ടൻറ്റ് ഫോർ സംഗം എറ ട്രേഡ്. അതുപോലെ തന്നെ കണ്ണൂർ പോർട്ട്, സിഗ്നിഫിക്കൻറ്റ് പോർട്ട് ഓഫ് ദ സംഗമ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റിയുടെ ടൈമിലെ ഒരു പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു ഇത് ഈ കണ്ണൂർ പോർട്ട് എന്ന് പറയപ്പെടുന്നത്. ഇനി സംഗം എറയിലെ ഈസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരുന്ന പോർട്ട്, ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റിലെ പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടതാണ് ഇത് കോർക്കൈ പോർട്ട്, ലൊക്കേറ്റഡ് ഓൺ ദ താമരഭരണി റിവർ, പ്രൈമറി പോർട്ട് ഓഫ് ദ പാണ്ഡ്യാസ് ബിഫോർ ടൂട്ടിക്കോറിൻ. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട പോർട്ടാണ് ഇത് അരിക്കമേട് അല്ലെങ്കിൽ പൊതുഗ, പുതുച്ചേരി എന്നൊക്കെ നമ്മൾ പറയുന്ന അരിക്കമേട് പോർട്ട്. ഐഡന്റിഫൈഡ് ആസ് ദ പോർട്ട് ഓഫ് പൊതുഗെ ഇൻ ഗ്രീക്ക് ആൻഡ് റോമൻ റെക്കോർഡ്സ്. ഗ്രീക്ക് റെക്കോർഡ്സിലും റോമൻ റെക്കോർഡ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോണ്ടിച്ചേരി പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ പൊതുഗെ പോർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾസോ മെൻഷൻഡ് ഇൻ സംഗം ലിറ്ററേച്ചർ. ഇനി അടുത്ത ഏതാണ്, തൊണ്ടി പോർട്ട്. തമിഴ്നാട്ടിൽ വരുന്ന തൊണ്ടി പോർട്ടാണ്. ആക്ച്വലി ഇതിന്റെ ഇപ്പോഴത്തെ നെയിം ആക്ച്വലി തൊണ്ടൈ പുത്തൂർ എന്നുള്ളതാണ് ഈ ഒരു പോർട്ടിന്റെ ശരിക്കുമുള്ള പേര്, തൊണ്ടൈ പുത്തൂർ. ഈ തൊണ്ടിയും ടിൻഡിസും തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോകരുത്. ഓക്കെ, ഇനി അടുത്തയാണ് എന്ത്, പുഹാർ അല്ലെങ്കിൽ പൂംപുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം എന്നൊക്കെ നമ്മൾ പറയും. തമിഴ്നാട്ടിലാണ്. ചോള എംപയറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചോള എംപയറിന്റെ ഏറ്റവും പ്രിൻസിപ്പൽ പോർട്ടായിരുന്നു ഈ കാവേരി പട്ടണം പോർട്ട് എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് അറ്റ് ദ മൗത്ത് ഓഫ് കാവേരി റിവർ. കാവേരി റിവറിന്റെ മൗത്തിലാണ് ഈ പുഹാർ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഈസ്റ്റ് കോസ്റ്റ് പോർട്ടായിരുന്നു ഏത്, ഷാലിയൂർ. തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഷാലിയൂർ പോർട്ട്. അടുത്തൊരു പോർട്ടാണ് ഏത്, വാസവസമുദ്ര, സിറ്റുവേറ്റഡ് ഓൺ ദ പാലാർ റിവർ. പാലാർ റിവറിന്റെ മൗത്തിൽ സിറ്റുവേറ്റ് ചെയ്തിരുന്ന ഒരു പോർട്ടാണ് ഏത്, വാസവസമുദ്ര പോർട്ട് എന്ന് പറയപ്പെടുന്നത്. ഇനി ഈ മാപ്പിലൂടെ ജസ്റ്റ് നമ്മളിപ്പോൾ നോക്കിയ ഈസ്റ്റ് കോസ്റ്റിലെ പോർട്ടുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്, ഒന്ന് ഏതാണ്, നമ്മൾ ഈ മാമല്ലപുരം ഒക്കെ പഠിക്കും. മാമല്ലപുരം, അതുപോലെ തന്നെ എന്താണ് അരിക്കമേട്, അതുപോലെ തന്നെ നാഗപട്ടണം, കാവേരി പട്ടണം അല്ലെങ്കിൽ പൂംപുഹാർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ടി പോർട്ട്. അതുപോലെ തന്നെ എന്താണ് കോർക്കൈ, അതുപോലെ തന്നെ എന്താണ് ഈ ഇനായം പോർട്ടാണ് ഇപ്പം ആക്ച്വലി കന്യാകുമാരി റീജിയനിലാണ് വരുന്നത്. ഇതൊരു ഓൾഡ് പോർട്ടും കൂടെയാണ്. ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ആയിട്ട്. ഇതാ ഇവിടെയും ഒരു തൊണ്ടി പറയുന്നുണ്ട്. ഈ തൊണ്ടിയാണ് ആക്ച്വലി എന്ത്, ടിൻഡിസ് എന്ന് പറയുന്ന തൊണ്ടി. ഓക്കെ, ഇതാണ് മുസിരിസ് പോർട്ട്, അതുപോലെ തന്നെ കോർക്കൈ പോർട്ട്, നാഗപട്ടണം, വെണ്ണി, അതുപോലെ തന്നെ കാവേരി പട്ടണം, പുലിക്കാട്ട് പോർട്ടൊക്കെ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗര്യൻ ആൻഡ് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഉണ്ടായിരുന്നത്, അതായത് 322 BCE മുതൽ 300 CE വരെ ഉണ്ടായിരുന്ന ഒരു വെസ്റ്റ് കോസ്റ്റിലെ പോർട്ടുകളും അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിലെ പോർട്ടുകളുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം വെസ്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോർട്ടുകളായിരുന്നു ഒന്നെന്ത്, ബാരൂക്കച്ച അല്ലെങ്കിൽ ബറോഷ് എന്ന് നമ്മൾ പറയുന്ന ബറോഷ് പോർട്ട്. അടുത്തയാണ് ഇത് ബാർബേരിക്കം, കറാച്ചിയുടെ അടുത്തായിട്ടാണ്. ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ളതാണ്. അടുത്തതാണ് സൊപ്പാര ഇൻ മഹാരാഷ്ട്ര, സേമില്ല, അതുപോലെ തന്നെ നെൽക്കിൻഡ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ, ഈ നെൽക്കിൻഡ പോർട്ടിനെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടുണ്ട്, പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു മേജർ ട്രേഡ് സെന്റർ ആയിട്ട്. അതുപോലെ തന്നെ ഏതാണ്, മസാലിയാണ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് മൗര്യൻ ട്രേഡ് ഹബ്ബാണ്. മൗര്യ കാലഘട്ടത്തിന് ശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഹബ്ബായിരുന്നു മസാലിയ പോർട്ട് എന്ന് പറയുന്നത്. ഇനി മൗര്യ ആൻഡ് പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലെ ഈസ്റ്റ് കോസ്റ്റിലെ പ്രധാനപ്പെട്ട 2 പോർട്ടുകളായിരുന്നു. ഏതൊക്കെ, ഒന്ന് തമ്രലിപ്തി അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, നമ്മുടെ ഇപ്പോഴത്തെ കൊൽക്കത്ത പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു
തമ്രലിപ്തി പോർട്ട്, അതുപോലെ തന്നെ എന്താണ് പിട്രോഡ പോർട്ട്. മൈനർ പോസ്റ്റ് മൊരീൻ ട്രേഡ് പോർട്ടാണ്. പോസ്റ്റ് മൊരീൻ പീരിയഡ്സിലെ ഒരു മൈനർ പോർട്ടായിരുന്നു ഈ പിട്രോഡ പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മാപ്പിൽ നമുക്ക് ഏകദേശം ആ ഒരു ടൈമിൽ ഏൻഷ്യൻ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇത് നമ്മുടെ ബാറു കച്ച അല്ലെങ്കിൽ ബറോഷ് പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് സൊപ്പാര പോർട്ട്, മഹാരാഷ്ട്രയിലുള്ള സൊപ്പാര പോർട്ട്, മുസിരിസ്, അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത തമ്രലിപ്തി, അതായത് ഇപ്പോഴത്തെ കൊൽക്കത്ത പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മച്ചിലിപട്ടണം പോർട്ട്, അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് മൈസൂലിയ എന്ന് നമ്മൾ പഠിച്ചത്. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെസ്റ്റ് കോസ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് 4th to 6th സെഞ്ചുറി സിയിൽ വെസ്റ്റ് കോസ്റ്റിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതൊക്കെയായിരുന്നു? നമ്മളിപ്പോൾ കണ്ടിരുന്നത് ബാറുകൊച്ച അല്ലെങ്കിൽ ബറോഷ്, അതുപോലെ തന്നെ ചൗൾ, കല്യാൺ ആൻഡ് കാംബൈ. അതുപോലെ ഈ ഗുപ്ത കാലഘട്ടത്തിലെ ഈസ്റ്റ് കോസ്റ്റിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ തമ്രലിപ്തി, ഗന്ധശാല, കഡൂര. ഇതിൽ ഗന്ധശാല, കഡൂര, അതുപോലെ തന്നെ എന്താണ് ഷൗൾ, ഈ 3 പോർട്സിനെ കുറിച്ചിട്ടാണ് UPSC പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ പോർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എവിടെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ബാരോകൊച്ച നമ്മൾ പറഞ്ഞിരുന്നു. എവിടെയാണ്? നമ്മൾ ഇവിടെയാണ് ബറൂഷ് കണ്ടിരുന്നത്. ഇത് എവിടെയായിട്ടാണ്? അതായത് മഹാരാഷ്ട്രയിലാണ് ചൗള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതായിരുന്നു? ആന്ധ്രാപ്രദേശിലുള്ള കഡൂര പോർട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതായിരുന്നു മറ്റൊരു പോർട്ടും കൂടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്? ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള മറ്റൊരു പോർട്ടാണ് ഇത് ഗന്ധശാല പോർട്ട്. ഓക്കെ, ഇവിടെയായിട്ടാണ് ഗന്ധശാല പോർട്ട് വരുന്നത്. മസൂലിപട്ടണം അല്ലെങ്കിൽ നമ്മൾ മൈസോള എന്നൊക്കെ പഠിച്ചിരുന്നു. ആ മസൂലിപട്ടണം പോർട്ടിന് അടുത്തായിട്ട് തന്നെയാണ് ഗന്ധശാല പോർട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഏൻഷ്യൻ ഇന്ത്യൻ പോർട്സ് ആണ് ഏതൊക്കെ? നമ്മൾ ഇതുവരെ കുറെ പോർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് പോർട്സും കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? കിരാസര, കുണ്ടാസി, അതുപോലെ തന്നെ എന്താണ് ഹൊന്നവ, ഗോപകപട്ടണ, ഉദയവാര, പിന്നെ കലിംഗപട്ടണ, ദസറണ. ഓക്കെ, ഇതൊക്കെ ആ ഒരു ടൈമിൽ ഏൻഷ്യൻ ഇന്ത്യയിൽ നമുക്ക് പ്രധാനപ്പെട്ട പോർട്ടുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഈ മാപ്പിൽ നോക്കി ഈ പോർട്സ് ഒക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. മേ ബി UPSC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ എന്ത് ചെയ്യും? ഈ പോർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. റീസെന്റ് ആയിട്ടും ഈ പോർട്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിലെ ഹാരപ്പൻ പീരീഡിലും അതുപോലെ തന്നെ മൗര്യ കാലഘട്ടത്തിലും പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലും ഗുപ്ത കാലഘട്ടത്തിലുമുള്ള പോർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏതാണ്? മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മിഡീവൽ ഇന്ത്യൻ പോർട്സ്, അതായത് 7th സെഞ്ചുറി to 16th സെഞ്ചുറിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകൾ. വെസ്റ്റ് കോസ്റ്റ് പോർട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഒന്ന് കാലിക്കറ്റ് ആണ്, കോഴിക്കോട്, കേരളത്തിലുള്ളതാണ്. ഓൾസോ നോണസ് എന്താണ്? കോഴിക്കോട്. ഫ്ലറിഷ്ഡ് അണ്ടർ ദ ചേര ഡൈനാസ്റ്റി. ചേര ഡൈനാസ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ചേര ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു ഇത് കാലിക്കറ്റ് പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രേഡ് എസ്പെഷ്യലി ബ്ലാക്ക് പെപ്പർ, ക്ലോവ്സ് ആൻഡ് സിന്നമൺ, സ്പൈസസ് ട്രേഡിന് വളരെ പേര് കേട്ടൊരു പോർട്ടായിരുന്നു ഇത് കാലിക്കറ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഇത് സൊപ്പാര, മഹാരാഷ്ട്രയിലെ സൊപ്പാര. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മെൻഷൻഡ് ഇൻ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ, ആക്റ്റീവ് ഇൻ ഇൻഡോ റോമൻ ട്രേഡ്, ലൊക്കേറ്റഡ് നിയർ മോഡേൺ നളസൊപ്പാര. മുംബൈയുടെ അടുത്തുള്ള നളസൊപ്പാരയാണ് ആക്ച്വലി ഈ സൊപ്പാര പോർട്ടായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പോർട്ടായിരുന്നു ഇത് മുസിരി പോർട്ട്. നമ്മൾ പറഞ്ഞിരുന്നു മുസിരിസ് പോർട്ടാണ് നമ്മളെ വെസ്റ്റേൺ വേൾഡുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ടായിരുന്നു മുസിരിസ് പോർട്ട് അല്ലെങ്കിൽ മുച്ചിരി പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മിഡീവൽ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കൂടുതലായിട്ടും പോർട്സ് കാണാൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ വളരെ ആക്റ്റീവ് ആയിരുന്ന പോർട്സ് കൂടുതലായിട്ടും എവിടെ ഉണ്ടായിരുന്നു? ഈസ്റ്റ് കോസ്റ്റിലും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോർട്സ് ആണ്. ഒന്ന് ഏതാണ്? ട്യൂറ്റിക്കോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് അണ്ടർ പാണ്ഡ്യ ആൻഡ് ചോള റൂൾ. പാണ്ഡ്യ ഡൈനാസ്റ്റി എടുക്കുവാണെങ്കിലും ചോള ഡൈനാസ്റ്റി എടുക്കുവാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ഇമ്പോർട്ടൻറ്റ് പോർട്സിൽ ഒന്നായിരുന്നു ഏത്? ട്യൂറ്റിക്കോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്ന് പറയുന്നത്. അടുത്തയാണ് ഏത്? നിർപ്പയ്യറു അല്ലെങ്കിൽ നിർപ്പയ്യറു, ഐഡന്റിഫൈഡ് വിത്ത് മോഡേൺ മഹാബലിപുരം. അതായത് ഇന്നത്തെ മഹാബലിപുരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മിഡീവൽ ഇന്ത്യയിലെ പോർട്ടാണ് ഏത്? നിർപ്പയ്യറു. ഒരു സിഗ്നിഫിക്കൻറ്റ് പോർട്ടാണ് ഡ്യൂറിങ് പല്ലവ പീരീഡ്. പല്ലവാസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് പോർട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇത് നിർപ്പയ്യറു. അതായത് നമ്മളിപ്പം നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, കക്കാത്തിയ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടുപ്പള്ളി ഫോർട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഓരോ ഡൈനാസ്റ്റിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പോർട്സ് നോക്കി വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കണ്ടക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല്ലവാസിന്റെ പ്രധാനപ്പെട്ട പോർട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഏതാണ്? നിർപ്പയ്യറു. ഓക്കെ, ഇനി മോട്ടുപ്പള്ളി നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിലുള്ളതാണ്. ഫ്ലറിഷ്ഡ് അണ്ടർ കക്കാത്തിയ ഡൈനാസ്റ്റി. ഓൾസോ മെൻഷൻഡ് ഇൻ മാർക്കോ പോളോസ് ട്രാവൽ റെക്കോർഡ്സ്. നമുക്ക് മാർക്കോ പോളോയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ വലിയൊരു നാവിഗേറ്റർ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ട്രാവൽ അക്കൗണ്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോർട്ടും കൂടിയാണ് ഇത് മോട്ടുപ്പള്ളി പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തെയാണ് ഏത്? മസൂലിപട്ടണം അല്ലെങ്കിൽ മച്ചൂലിപട്ടണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഏൻഷ്യന്റ് പേര് പഠിച്ചിരുന്നത് എന്താണ്? മൊയി സോള. ഓക്കെ, മച്ചിലിപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശിലാണ്. നോണസ് മസൂലിപട്ടണം ഓർ ബന്ദാർ എന്നുള്ള പേരും കൂടെ ഏത് പോർട്ടിനുണ്ട്? മസൂലിപട്ടണം പോർട്ടിനുണ്ട്. ഫ്ലറിഷ്ഡ് ഡ്യൂറിംഗ്
ഡ്യൂറിങ് ദ ശതവാഹന പീരീഡ്. ഓക്കെ, ശതവാഹന പീരീഡിൽ ഫ്ലറിഷ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? മസൂലിപട്ടണം പോർട്ടാണ്. ഓക്കെ, റിനൗണ്ട് ഫോർ മസ്ലിൻ ട്രേഡ് അണ്ടർ ദ ഗോൾക്കൊണ്ട റൂളേഴ്സ്. ഓൾസോ ഈ നമ്മുടെ മസൂലിപട്ടണം പോർട്ട് എന്താണ്? ഈ ഗോൾക്കൊണ്ട റൂളേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ മസ്ലിൻ ട്രേഡിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് ഇത് പുലിക്കാട് പോർട്ട്, തമിഴ്നാട്ടിലുള്ളതാണ്. വിജയനഗര എറ പോർട്ട് ഫെസിലിറ്റേറ്റിംഗ് ഇൻഡോ യൂറോപ്യൻ ട്രേഡ്, ലേറ്റർ എ ട്രേഡിംഗ് പോസ്റ്റ് ഫോർ ദ പോർച്ചുഗീസ് ആൻഡ് ഡച്ച്. അതുകൊണ്ട് തന്നെ പുലിക്കാട് പോർട്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് UPSCയുടെ കണ്ടെക്സ്റ്റിൽ. ഓക്കെ, ഇനി മിഡീവൽ ഇന്ത്യൻ ടൈമിലെ പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇപ്പം മസൂലിപട്ടണം പഠിച്ചു, അതുപോലെ തന്നെ പുലിക്കാട്ട് പഠിച്ചു, പിന്നെ തൂത്തുക്കുടി പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് കാലിക്കട്ട് പഠിച്ചു, അതുപോലെ തന്നെ ഏതായിരുന്നു നമ്മുടെ ബോംബെ പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ നലസൊപ്പാര പോർട്ട് നമ്മൾ നോക്കി. ഓക്കെ, അപ്പം ഇതൊക്കെ പ്രധാനപ്പെട്ട പോർട്ട്സ് ആണ്. ഈ ഒരു മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു മാപ്പിലുള്ളത് ആക്ച്വലി എന്താണ് ആ ഒരു ടൈമിൽ, അതായത് മിഡീവൽ ഇന്ത്യയിൽ ഇത് പോർച്ചുഗീസുകാർ ആക്ച്വലി പുറത്തുവിട്ടൊരു ഇന്ത്യയുടെ മാപ്പാണ്. അവർ ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ആ ഒരു ടൈമിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളാണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. മിഡീവൽ ഇന്ത്യൻ ടൈമിലെ പ്രധാനപ്പെട്ട പോർട്ടുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടിനെ ലിസ്റ്റ് ചെയ്യുന്ന UPSC ഇപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഏൻഷ്യന്റ് ഇന്ത്യയിലെയും മിഡീവൽ ഇന്ത്യയിലെയും പോർട്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള UPSCയുടെ പെർസ്പെക്റ്റീവിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത് ഹിസ്റ്ററിയിലുള്ള, അതായത് ഏൻഷ്യന്റ് ഇന്ത്യ അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യയിലൊക്കെയുള്ള ഹിസ്റ്ററിയിലെ ടെർമിനോളജീസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ 2016 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് എന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈം തന്നിരിക്കുകയാണ്. എന്താണ്? ഏരിപ്പെട്ടി, സെക്കൻഡ് ടൈം തനിയൂർസ്, തേർഡ് ടൈം ഗദികാസ്. എന്നിട്ട് ഇതിന് എന്ത് ചെയ്തിരിക്കുക? നമുക്ക് മാച്ച് ചെയ്യാൻ തന്നിരിക്കുകയാണ്. ഏരിപ്പെട്ടി എന്താണ്, അതുപോലെ തന്നെ തനിയൂർ എന്താണ്, ഗഡികാസ് എന്താണെന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ആൻസർ വരുന്നത് D ആണ്. 1 and 3 കറക്റ്റ് ആണ്. സെക്കൻഡ് എന്താണ്? കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ടൈം തെറ്റാണ്. തനിയൂർസ് വില്ലേജ് ഡൊണേറ്റഡ് ടു സിംഗിൾ ബ്രാഹ്മിൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസ് അല്ല. ഓക്കെ, അതുകൊണ്ട് ഈ സെക്കൻഡ് മാച്ച് ചെയ്തേക്കുന്നത് തെറ്റാണ്. തനിയൂർ എന്താണെന്നുള്ളത് നമ്മൾ സംഘകാലഘട്ടത്തിലെ ടേംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുവാണെങ്കിൽ വിത്ത് റെഫറൻസ് ടു ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ദ ടേം അരഘട്ട എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്തായിരുന്നു? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ദ ഇറിഗേഷൻ ഓഫ് ലാൻഡ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ബെഞ്ചാറാസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി വിയർ ജനറലി. ബെഞ്ചാറാസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ D ആണ് വരുന്നത്. ട്രേഡേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? മിഡീവൽ ടൈമിൽ ബെഞ്ചാറാസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രേസസ് ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് ദ ഹുണ്ടി ജനറലി റെഫേർഡ് ടു ഇൻ ദ സോഴ്സസ് ഓഫ് ദ പോസ്റ്റ് ഹർഷ പീരീഡ്. ഈ ഹുണ്ടി എന്താണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അതെന്താണ്? ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ട്രേഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പം വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹുണ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇൻ മിഡീവൽ ഇന്ത്യ ദ ടൈം ഫണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ക്ലോത്തിങ്, കോയിൻസ്, ഓർണമെന്റ്സ്, വെപ്പൺസ്. ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്. കോയിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മിഡീവൽ ഇന്ത്യയിൽ? ഫണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന പണം എന്നുള്ള വാക്കിന്റെ ഒരു മിഡീവൽ ടൈംസിലെ ഒരു രൂപം, അല്ലെങ്കിൽ അന്ന് ഈ ഒരു പണത്തിനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടൈം, അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമാണ് എന്ത്? ഫണം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2022 ചോദിച്ചാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ഹു ഓഫ് ദ ഫോളോയിങ് വിയർ നോൺ ആസ് കുലാധരൻ. കുലാധരൻ എന്നുള്ള ടീം ആരെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ഇതിന്റെ ആൻസർ വരുന്നതാണ് സയ്യിദ് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ 4ാമത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള സയ്യിദ് ഡൈനാസ്റ്റി ഉണ്ട്. സയ്യിദ് ഡൈനാസ്റ്റി റൂളേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? കുലാധരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടൈംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഏൻഷ്യൻ ടൈംസ് മുതൽ ജൈനിസം, ബുദ്ധിസം, വേദ കാലഘട്ടം, അതുപോലെ തന്നെ മൗര്യ പീരീഡ്, പോസ്റ്റ് മൗര്യ പീരീഡ്, ഗുപ്ത കാലഘട്ടം, മിഡീവൽ ടൈംസ്, മുഗൾ ടൈംസ്, അതുപോലെ തന്നെ മറാത്താസ്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ അധികം ടൈംസ് നമുക്ക് UPSCയുടെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ജൈനിസം, ബുദ്ധിസത്തിലെ ടൈംസും കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ടൈംസ് പറയുന്നത് എന്താണ്? നിഗ്രന്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഫ്രം ഓൾ ബോൺസ്. ഇത് ജൈനിസത്തിലെ ഒരു
പ്രധാന കൺസെപ്റ്റ് ആണ്. എല്ലാ സോൾസിൽ നിന്നും ലിബറേഷൻ കിട്ടിയ ഒരാൾ, അയാളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിഗ്രന്ഥ എന്ന് പറയുന്നത്. അടുത്തയാണ് എന്ത്, ചൈത്യ. ചൈത്യ എന്താണ്, എ ബുദ്ധിസ്റ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ്. പണ്ട് UPSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചൈത്യ വിഹാര ഡിഫറൻസ് UPSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചൈത്യ എന്താണ്, ബുദ്ധിസ്റ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആണ്. വിഹാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊണാസ്റ്ററി ഓർ ലിവിങ് ക്വാർട്ടേഴ്സ് ഫോർ മോങ്സ് ആൻഡ് നൺസ്. മോങ്സും നൺസും ഒക്കെ താമസിക്കുന്ന ആ ഒരു പ്ലേസ്, അവരുടെ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലേസ്, അതിനെയാണ് നമ്മൾ വിഹാര എന്ന് പറയുന്നത്. അതായത് മോങ്സും നൺസൊക്കെ വിഹരിക്കുന്ന സ്ഥലം, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തയാണ് എന്ത്, ഉപാസികാസ്. ഉപാസികാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേ വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ഡിസിപ്പിൾസ് ഓഫ് ബുദ്ധ. അതായത് സാധാരണ ബുദ്ധനെ പിന്തുടരുന്ന എന്താണ്, ആ ഒരു ബുദ്ധന്റെ ആ ഒരു പാത്തിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു വർഷിപ്പേഴ്സ്, ബുദ്ധനെ ആരാധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അവരെ ടോട്ടലി വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് എന്ത്, ഉപാസികാസ്. അടുത്തത് എന്താണ്, സ്തൂപ. സ്തൂപയാണ് എന്ത്, ഡോമിക്കൽ സ്ട്രക്ചർ കണ്ടെയ്നിങ് റെലിക്സ് ഓഫ് ദ ബുദ്ധ. ബുദ്ധന്റെ റെലിക്സ് എന്താ ചെയ്തിരിക്കുന്നത്, അതായത് ബുദ്ധന്റെ റെലിക്സ് അടങ്ങിയിരിക്കുന്ന ഡോമിക്കൽ ഷേപ്പിലുള്ള, ഡോം ഷേപ്പിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്തൂപ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വേദകാലഘട്ടം, ഇനി അങ്ങോട്ട് മൗര്യ കാലഘട്ടം ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി അങ്ങോട്ട് UPSCയുടെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, റവന്യൂ ടൈംസും റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെയുള്ള ടൈംസ് ആയിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒഫീഷ്യൽസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈംസും, ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഇനി ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, ഇനി ടൈംസ് കുറച്ച് ടൈംസ് നമുക്ക് പരിചയപ്പെടാം. വേദകാലഘട്ടത്തിലെ വ്രജപതി എന്താണ്, വ്രജപതി ഓഫീസർ ഇൻ ചാർജ് ഓഫ് പാസ്റ്ററൽ ലാൻഡ്സ്. നമ്മൾ ഈ വേദകാലഘട്ടം നോക്കുവാണെങ്കിൽ എന്താണ്, ടോട്ടലി പാസ്റ്ററൽ ലാൻഡ്സ് ആയിട്ടായിരുന്നു അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരുന്നത്. ആ ഒരു പാസ്റ്ററൽ ലാൻഡ്സിന്റെ ഓഫീസർ ഇൻ ചാർജ്, അയാളാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, വ്രജപതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തയാണ് എന്ത്, ഭാഗതുക. ഭാഗതുക മീൻസ് ടാക്സ് കളക്ടർ. ഭാഗം മീൻസ് എന്താണ്, ടാക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ടാക്സ് കളക്ട് ചെയ്യുന്ന ഓഫീസർ, അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭാഗതുക എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് എന്ത്, സംഗ്രഹിത്രി. സംഗ്രഹിത്രി മീൻസ് എന്താണ്, ട്രഷറർ. അതായത് ഈ ടാക്സ് കളക്ട് ചെയ്തിട്ട്, അതായത് ഭാഗതുക ടാക്സ് കളക്ട് ചെയ്തിട്ട് ആരുടെ കയ്യിലേക്ക് കൊടുക്കും, സംഗ്രഹിത്രിയുടെ കയ്യിലേക്ക് കൊടുക്കും. പുള്ളിക്കാരനാണ് ആര്, ട്രഷറർ എന്ന് പറയുന്നത്. അടുത്തയാളാണ് ആര്, അക്ഷവാപ്പ. അക്ഷവാപ്പ മീൻസ് എന്താണ്, അക്കൗണ്ടന്റ്. ആ വേദകാലഘട്ടത്തിലെ അക്കൗണ്ടൻസിന്റെ പേരാണ് എന്ത്, അക്കൗണ്ടന്റിന് പറഞ്ഞുകൊണ്ടിരുന്ന യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്പെസിഫിക് നെയിം ആണ് എന്ത്, അക്ഷവാപ്പ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ജീവഗൃഭ അല്ലെങ്കിൽ ഉഗ്രം. നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഉഗ്രം ഓർത്തിരിക്കുകയാണ്. ഉഗ്ര ആരാണ്, പോലീസ് ഓഫീസേഴ്സ്. പണ്ടൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ്, പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു പേടി കയറി വരും, ഒരു ഉഗ്രരൂപമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഉഗ്ര എന്ന് പറയുന്ന ആരെയാണ്, പോലീസ് ഓഫീസേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഉഗ്ര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊരു പേരും കൂടി ഉണ്ട്, എന്തായിരുന്നു, ജീവഗൃഭ. ഇനി മൗര്യനെറയിലെ കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാം. മൗര്യനെറയിലെ കുറച്ച് ടേംസ് നോക്കാം. എന്തൊക്കെയാണ്, സന്നിധാത. സന്നിധാത എന്താണ്, ട്രഷറർ ആൻഡ് കീപ്പർ ഓഫ് ദ സ്റ്റോർസ്. അടുത്ത എന്താണ്, സാമഹർത്ത. സാമഹർത്ത ആരായിരുന്നു, ടു കളക്ട് റവന്യൂ ബോത്ത് ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ് ഹെൽപ്ഡ് ബൈ ഭാഗതുക. നമ്മൾ നേരത്തെ ഒരു ഭാഗതുകയുടെ കാര്യം പറഞ്ഞിരുന്നു. ഭാഗതുക എന്ത് ചെയ്യും, ഈ സാമഹർത്തയും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ആളാണ് ആര്, അമാത്യ. അമാത്യ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ ഓർ സിവിൽ സെർവൻസ് ഹൂ ഫീൽഡ് ദ ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ അപ്പോയിന്റ്സ്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമാത്യ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ ആയിരുന്നു ആര്, രജുക എന്ന് പറയുന്നത്. രജുക വെസ്റ്റഡ് വിത്ത് അതോറിറ്റി ഓഫ് നോട്ട് ഓൺലി റിവാർഡിംഗ് പീപ്പിൾ ബട്ട് ഓൾസോ പണിഷിംഗ് ദം വെൻ എവർ നെസസറി. അതായത് ഈ രജുക എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ആൾക്കാർക്ക് റിവാർഡ്സും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കും, എന്തെങ്കിലും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. അതേസമയം തന്നെ എന്ത് ചെയ്യും, ഓൾസോ പണിഷിംഗ് ദം വെൻ എവർ നെസസറി. അതുപോലെ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യാനും കൂടി യോഗ്യതയുള്ള ഒരു ഒഫീഷ്യൽ ആയിരുന്നു ആര്, രജുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തയാണ് ഇത് അക്ഷപടലാധ്യക്ഷ. അക്ഷപടലാധ്യക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറെ അക്കൗണ്ടൻസ് ഉണ്ടായിരിക്കും. ആ അക്കൗണ്ടൻസിന്റെ ഒക്കെ ആ ഹെഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അക്ഷപടലാധ്യക്ഷ എന്ന് പറയുന്നത്. അക്കൗണ്ടന്റ് ജനറൽ ഹു വാസ് ഇൻ ചാർജ് ഓഫ് 2 ഓഫീസസ് ഓഫ് കറൻസി ആൻഡ് അക്കൗണ്ട്സ്. കറൻസിയുടെയും അതുപോലെ തന്നെ അക്കൗണ്ട്സിന്റെ സെക്ഷനും രണ്ടും കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ രണ്ടിനെയും കൺട്രോൾ ചെയ്തിരുന്ന, ഹെഡ് ചെയ്തിരുന്ന ഓഫീസറാണ് ആര്, അക്ഷപടലാധ്യക്ഷ. അടുത്തയാണിത് പണ്യാധ്യക്ഷ. പണ്യാധ്യക്ഷ മീൻസ് എന്താണ്, സൂപ്പർവൈസർ ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിലായിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസറാണ് ആര്,
പണ്യാധ്യക്ഷ. അടുത്തയാണ് എന്ത്? സുൽഖാധ്യക്ഷ. സുൽഖാധ്യക്ഷ മീൻസ് കളക്ടർ ഓഫ് കസ്റ്റംസ് ആൻഡ് ടോൾസ്. കസ്റ്റം ഡ്യൂട്ടീസും അതുപോലെ തന്നെ ടോൾസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒഫീഷ്യലിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് സുൽഖാധ്യക്ഷ. അടുത്തത് ഗോപ. ഗോപ മീൻസ് അക്കൗണ്ടന്റ് ടു ദ യൂണിറ്റ് ഓഫ് 5 to 10 വില്ലേജ്. ഒരു 5-10 വില്ലേജസ് ഉണ്ടായിരിക്കും. ആ വില്ലേജസിന്റെ ഒക്കെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള്, അദ്ദേഹത്തിന് പറയുന്ന പേരായിരുന്നു എന്ത്? ഗോപ. അടുത്തതാണ് എന്ത്? സംഘാസ് ആൻഡ് ശ്രേണീസ്. മെർച്ചൻസ്. അതായത് സംഘാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർച്ചൻസ് ആണ്. ശ്രേണി മീൻസ് എന്താണ്? മെർച്ചന്റ് ഗിൽഡ്സ് ആണ്. ഗിൽഡുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ശ്രേണി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തയാണ് എന്ത്? ഗുദപുരുഷാസ്. ഗുദപുരുഷാസ് മീൻസ് എന്താണ്? സീക്രട്ട് ഏജൻസ്. അതായത് സ്പൈസിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ഗുദപുരുഷാസ്. ഇനി അടുത്തത് ശതവാഹന കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു 4 ടേംസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് എന്ത്? അഹാര. ഡിസ്ട്രിക്ട്സിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് അഹാര എന്ന്. അതുപോലെ തന്നെ അമാത്യ. അമാത്യയാണ് ഈ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ റൂളർ അല്ലെങ്കിൽ കളക്ടർ എന്നൊക്കെ നമ്മളിപ്പോൾ പറയത്തില്ലേ, ആ ഒരു പോസ്റ്റ് ആയിരുന്നു അമാത്യ എന്ന് പറയുന്നത്. റൂളർ ഓഫ് ഈച്ച് അഹാര. അതുപോലെ തന്നെ ഗന്ധിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡേഴ്സ് ഓഫ് പെർഫ്യൂംസ്. അതായത് പെർഫ്യൂംസ് ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പം അത്തർ, ഊത് അതുപോലെയൊക്കെയുള്ള മറ്റ് പെർഫ്യൂംസ് ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗന്ധിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈമാണ് എന്ത്? കഥക അല്ലെങ്കിൽ സ്കന്ദവാരാസ്. സ്കന്ദവാര അല്ലെങ്കിൽ കഥക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിലിറ്ററി ക്യാമ്പ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ്. ഈ 4 ടൈംസും ആരുടെ കാലഘട്ടത്തിലുള്ളതാണ്? ശതവാഹനാസിന്റെ കാലഘട്ടത്തിൽ വളരെ ഇറലവന്റ് ആയിട്ടുള്ള ടൈംസ് ആണ്. ഇനി അങ്ങോട്ടേക്കാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുള്ളത്, ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഗുപ്ത കാലഘട്ടത്തിലെ സംഘ കാലഘട്ടത്തിലെയും ടേംസ് നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗുപ്ത കാലഘട്ടത്തിലെ ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈം എന്താണ്? ബാധ ഗരാധികൃത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ഓഫ് ദ റോയൽ ട്രഷറി. അതുപോലെ തന്നെ യുക്തപുരുഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസർ ടു കീപ് അക്കൗണ്ട്സ് ഓഫ് ദ വാർ ബൂട്ടി. ഓരോ യുദ്ധം കഴിയുമ്പോഴത്തേക്കും ഈ കിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സൈനികരാണെങ്കിലും എന്ത് കൊണ്ടുവരും? വാർ ബൂട്ടി കൊണ്ടുവരും. ആ വാർ ബൂട്ടിയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിനോട് വരുന്ന ഒഫീഷ്യലാണ് ഇത് യുക്തപുരുഷ എന്ന് പറയുന്നത്. അടുത്തയാണ് എന്ത്? സാമന്ത. സാമന്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാമന്ത എന്നുള്ള വാക്കിൽ നിന്നുമാണ് പിന്നീട് എന്താണ് സാമന്ത രാജ്യങ്ങൾ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത്. സാമന്ത മീൻസ് നെയ്ബറിംഗ് സബ്സിഡറി റൂളർ ഹു വാസ് ഫ്രണ്ട്ലി ട്രിബ്യൂട്ടറി ഓഫ് ദ ഗുപ്ത ഓവർലോഡ്സ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂക്തി അല്ലെങ്കിൽ ദേശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസസ്. ഈ ഗുപ്ത കാലഘട്ടത്തിലെ പ്രൊവിൻസസിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ഭൂക്തി അല്ലെങ്കിൽ ദേശ എന്ന് പറയുന്നത്. ഈ ഓരോ പ്രൊവിൻസസും അല്ലെങ്കിൽ ഭൂക്തിയും ആ ഭൂക്തി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യലിന്റെ പേരായിരുന്നു എന്ത്? കുമാരപത്യാസ്. ഇനി അടുത്താണ് പ്രദേശ, ആദിസ്ഥാന അല്ലെങ്കിൽ പട്ടണ. ഡിസ്ട്രിക്ട്സിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് ഈ 3 പേരുകളും. പ്രദേശം എന്ന് പറഞ്ഞാലും ആദിസ്ഥാന എന്ന് പറഞ്ഞാലും പട്ടണ എന്ന് പറഞ്ഞാലും എന്താണ്? ഡിസ്ട്രിക്റ്റുകളാണ്. അടുത്താണ് എന്ത്? ശർത്താവഹ. ശർത്തവാഹ മീൻസ് എന്താണ്? റെപ്രസെന്റഡ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ശർത്തവാഹ. അടുത്ത എന്താണ്? ദേവദാന. ദേവദാന മീൻസ് ദ ഗ്രാൻഡ്സ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ്. അതായത് കിങ്സ് ഒക്കെ എന്ത് ചെയ്യും? ഈ ടെമ്പിൾസിനോ അല്ലെങ്കിൽ മൊണാസ്റ്ററീസിനോ എന്ത് ചെയ്യും? ഗ്രാൻഡ്സ് കൊടുക്കും, ലാൻഡ് ഗ്രാൻഡ് ഒക്കെ ആയിട്ട്. അതിന് പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ദേവദാന എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ടൈമാണ് എന്ത്? ബ്രാഹ്മദേയ. ബ്രാഹ്മദേയ മീൻസ് റിലീജിയസ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മൺസ് ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി. ഒരു ഇൻഡിവിജ്വൽ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ കുറെ ബ്രാഹ്മണർക്ക് കൂടിയിട്ടോ എന്ത് ചെയ്യും? ബ്രാഹ്മദേയ എന്ന പേരിൽ രാജാക്കന്മാർ എന്ത് ചെയ്യും? റിലീജിയസ് ഗ്രാൻഡ്സ് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാഹ്മദേയ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ദേവഗ്രഹ ഓർ ദേവദാന. ദ ഗ്രാൻഡ്സ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്റ്ററീസ്. അടുത്തതാണ് നിഷ്ക പാല. നിഷ്കയും പാലയും എന്താണ്? ഈ ഗുപ്ത കാലഘട്ടത്തിലെ ഗോൾഡ് കോയിൻസ് ആണ്. ഇനി രൂപക, സത്മന, പന്ന ഇത് 3ഉം ഗുപ്ത കാലഘട്ടത്തിലെ സിൽവർ കോയിൻസ് ആണ്. ഇനി കക്കിനി, കർഷപൺ ഇതും ഗുപ്ത കാലഘട്ടത്തിലെ കോപ്പർ കോയിൻസിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരുകളാണ് ഇതൊക്കെ, കക്കിനി ആൻഡ് കർഷപണ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടീമാണ് ഇത് കൽപ്പിത അല്ലെങ്കിൽ ഉപകൽപ്പിത. എന്താണ്? സെയിൽസ് ടാക്സ് ആൻഡ് പർച്ചേസ് ടാക്സ്. അതിനെയാണ് നമ്മൾ കൽപ്പിത, ഉപകൽപ്പിത എന്ന് പറയുന്നത്. ഇനി ബലി പ്രത്യയ ടോൾ ടാക്സ് ആണ് ബലി പ്രത്യയ. ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒപ്രസീവ് ടാക്സ് ആയിരുന്നു പീപ്പിളിന്റെ മേലെ ചുമത്തിയിരുന്നത്. അടുത്താണ് എന്ത്? ഭോഗ്. ഭോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ്സ് ഷെയർ ഓഫ് produce. Bhoga means general tribute, the tax in kinds of gift, flowers, woods, fruits. നമ്മൾ എന്താണ് രാജാവിന് കാണിക്ക കൊടുക്കാന്നൊക്കെ കിട്ടില്ലേ, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നത്, അതിനെയാണ് ഭോഗ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാക്സ് ആണ് ഇത് ചരാസന. ചരാസന മീൻസ് എന്താണ്? ഗ്രേസിംഗ് ടാക്സ് ആണ്. ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ടെങ്കിൽ ആ ഗ്രാസ് ലാൻഡ് നമ്മൾ നമ്മുടെ കന്നുകാലികളൊക്കെ കൊണ്ടുപോയിട്ട് ഗ്രേസിംഗ് ആക്ടിവിറ്റി നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റേറ്റിന് ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ചരാസന. ഓക്കെ. ഇനി അടുത്തയാണ് എന്ത്? ഉദക ഭാഗ്. ഉദക ഭാഗ് മീൻസ് എന്താണ്? വാട്ടർ ടാക്സ്. വാട്ടർ ടാക്സുകളും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാക്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് സംഘകാലഘട്ടത്തിലെ ഏരിപ്പെട്ടിയുണ്ട്. ഏരിപ്പെട്ടി മീൻസ് എന്താണ്? ഈ ടാങ്ക്സിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ്. ഏരി മീൻസ്
പോണ്ട് അല്ലെങ്കിൽ ടാങ്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള വാട്ടർ ടാക്സുകൾ UPSCയുടെ പെർസ്പെക്റ്റീവിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുപ്ത കാലഘട്ടത്തിലെ വാട്ടർ ടാക്സ് ആണ് ഇത് ഉദക ഭാഗ്. അടുത്തയാണ് എന്ത് രജ്ജു. രജ്ജു എന്ന് പറഞ്ഞാൽ ടാക്സ് ഫോർ മെഷർമെന്റ് ഓഫ് ലാൻഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണം. ആ ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് രജ്ജു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്താണ് എന്ത് സർവ്വരിഷ്ടി. സർവ്വരിഷ്ടി മീൻസ് എന്താണ് ഒരു ഫോഴ്സ്ഡ് ടാക്സ് ആണ്. ഫോഴ്സ്ഡ് ലേബർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഫോഴ്സ്ഡ് ടാക്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർവ്വരിഷ്ടി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടീമാണ് എന്ത് ഭേദക് ഭോഗ്. ഭേദക് ഭോഗ് മീൻസ് എന്താണ് ഇറിഗേഷൻ ടാക്സ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ് വാട്ടർ ടാക്സ് നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ ടാക്സിന് നമ്മൾ എന്തെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉദക ഭാഗ്. അതേസമയം ഇറിഗേഷൻ ടാക്സിന് നമ്മൾ പറയുന്നതാണ് എന്ത് ഭേദക് ഭോഗ്. ഭേദക് ഭോഗ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സംഘ കാലഘട്ടത്തിലെ ടൈംസിലേക്കാണ് പോകുന്നത്. സംഘ കാലഘട്ടത്തിലെ കുറച്ച് പ്രധാനമായിട്ടുള്ള ടൈംസ് നമുക്ക് നോക്കാം. വരി മീൻസ് എന്താണ് ടാക്സ്. വരിയർ മീൻസ് ടാക്സ് കളക്ടർ. ഇരബു മീൻസ് ഓഫറിങ്സ് ടു ദ കിങ്. നമ്മൾ നേരത്തെ ഗുപ്ത കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഭോഗ എന്ന് പറഞ്ഞിരുന്നു. ആ ഭോഗയുടെ സംഘ കാലഘട്ടത്തിലെ സംഘമേജിലെ പേരാണ് എന്ത് ഇരബു എന്ന് പറയുന്നത്. ഓഫറിങ്സ് ടു ദ കിങ്. നമ്മൾ ഏതെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടോ ഒക്കെ നമ്മൾ കിങ്ങിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ഇരബു. അടുത്താണ് എന്ത് വെള്ളാളർ അല്ലെങ്കിൽ വെള്ളാളർ എന്ന് പറയും. അവരെന്താണ് അഗ്രികൾച്ചറലിസ്റ്റ്, റിച്ച് ആൻഡ് പുവർ. ഇവരെ നമ്മൾ എന്തെന്ന് പറയും വെള്ളാളർ എന്ന് പറയും. അടുത്ത എന്താണ് മൾവർ. മൾവർ മീൻസ് തീവ്സ്. പുല്ലൈൻ മീൻസ് റോപ്പ് മേക്കേഴ്സ്, കയറൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരെയാണ് പുല്ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തെന്താണ് കോറൈ. കോറൈ മീൻസ് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ലാൻഡ് ടാക്സ് ആണ്. ആ ലാൻഡ് ടാക്സിന് പറയുന്ന പേരാണ് കോറൈ. അടുത്ത ദൂതർ. ദൂതർ മീൻസ് മെസ്സഞ്ചർ. ഈ റോയൽ സെർവൻസ് ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു തരത്തിലോ എന്താണ് ഈ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്പാസ് ചെയ്യുന്നു ഒരു കിങ്ഡത്തിൽ നിന്നും മറ്റൊരു കിങ്ഡത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കിങ്ഡത്തിലെ തന്നെ ഒരു കിങ്ങിൽ നിന്നും കിങ്ങിന്റെ മകനിലേക്കോ അല്ലെങ്കിൽ ബാക്കി ഒഫീഷ്യൽസിലേക്കോ ഒക്കെ മെസ്സേജസ് എത്തിക്കുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ദൂതർ എന്ന് പറയുന്നത്. ഇനി ഒട്ടർ. ഒട്ടറിനെയാണ് നമ്മൾ സ്പൈസ്, അതായത് ഒറ്റി കൊടുക്കുന്ന ആൾക്കാർ, അതാണ് ഉദ്ദേശിക്കുന്നത് ഒട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു രാജാവിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ രാജാവിന്റെ ഒഫീഷ്യൽസിന്റെ അടുത്തേക്കോ ഒറ്റി കൊടുക്കുന്ന ആളുകൾ, അവരെയാണ് എന്തെന്ന് പറയുന്നത് ഒട്ടർ എന്ന് പറയുന്നത്. ഇനി ചോള, ഇപ്പം സംഘം ഏജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചോള കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോള എംപയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടീംസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എന്ത് വെള്ളാളർസ്. വെള്ളാളർസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രികൾച്ചറലിസ്റ്റുകൾ. അതുപോലെ തന്നെ ശാലഭോഗ. ശാലഭോഗ മീൻസ് എന്താണ് ടെനുവേഴ്സ് മെൻ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അടുത്തെയാണ് എന്ത് മണിഗ്രാമം. മണിഗ്രാമം എന്താണ് ഗ്രേറ്റ് നഗരംസ്, അതായത് വലിയ വലിയ ടൗൺസ്, ഗ്രേറ്റ് ടൗൺസ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മണിഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ് ടൗൺസ്, അതിനെയാണ് നമ്മൾ മണിഗ്രാം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നാനാദേശീസ്. നാനാദേശീസ് മീൻസ് മെർച്ചന്റ് ഗിൽഡ് ഹാവിംഗ് വൈഡ് നെറ്റ്വർക്ക്സ്, അതായത് പലതരത്തിൽ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ നേരത്തെ ബെഞ്ചാറാസ് പഠിച്ചില്ലേ, അതിനോട് സിമിലർ ആയിട്ടുള്ള ടൈം തന്നെയാണ് ഇത് ഈ നാനാദേശീസ് എന്ന് പറയുന്നത്. നാനാദേശങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടൈമാണ് എന്ത് വളഞ്ചിയർ. വളഞ്ചിയർ മീൻസ് എന്താണ് മെർച്ചന്റ് ഗിൽഡ്സ് ആണ്. നമ്മൾ നേരത്തെ ഗുപ്ത കാലഘട്ടത്തിൽ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചത് ശ്രേണി പഠിച്ചിരുന്നു. ഓക്കെ, അപ്പം ശ്രേണിയൊക്കെ പോലെയുള്ളൊരു മെർച്ചന്റ് ഗിൽഡാണ് ചോള കാലഘട്ടത്തിലെ. അതിന് പറയുന്ന പേരാണ് എന്ത് വളഞ്ചിയർ, മെർച്ചന്റ് ഗിൽഡുകളായിരുന്നു. അടുത്ത എന്താണ് അഞ്ചുവണ്ണം. അഞ്ചുവണ്ണം മീൻസ് ഫോറിൻ മെർച്ചന്റ് ഓർഗനൈസേഷൻ, അതായത് ഫോറിൻ മെർച്ചന്റ്സിന് വേണ്ടിയിട്ട് മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരല്ല, മറ്റ് നാഷണൽസ് ആയിട്ടുള്ള ആൾക്കാരും അവർക്കുള്ള ഒരു മെർച്ചന്റ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത് അഞ്ചുവണ്ണം. ഇനി തണിയൂർസ് എന്ന് പറഞ്ഞാൽ എന്താണ് എ വെരി ലാർജ് വില്ലേജ് അഡ്മിനിസ്ട്രേഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു വലിയ ലാർജ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരിക്കും, പക്ഷെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു സിംഗിൾ യൂണിറ്റ് എന്ന പോലെ ആയിരിക്കും നടത്തുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തണിയൂർസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തെന്താണ് നാട്, കുട്രം അല്ലെങ്കിൽ കൊട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, കുറെ വില്ലേജസിന്റെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ നാട്, കുട്രം അല്ലെങ്കിൽ കൊട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അടുത്തെന്താണ് തൻകുട്രംസ്. തൻകുട്രംസ് മീൻസ് ഓട്ടോണോമസ് അഡ്മിനിസ്ട്രേഷൻ ഫോർ ടൗൺ ആൻഡ് ടൗൺഷിപ്സ്. അതായത് എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടൗണിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ടൗൺസും അല്ലെങ്കിൽ ടൗൺഷിപ്സും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൻകുട്രംസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തെന്താണ് പുരവ് വരിത്തിനൈക്കളം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ, അതായത് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന പേരായിരുന്നു എന്ത് പുരവു വരി തിനൈക്കളം. പുരവു വരി തിനൈക്കളം. അടുത്തെന്താണ് വേലൈക്കാരസ്. വേലൈക്കാരസ് മീൻസ് എന്താണ് മോസ്റ്റ് ഡിപ്പെൻഡബിൾ ട്രൂപ്സ് ഇൻ ദ റോയൽ സർവീസ് റെഡി ടു ഡിഫെൻഡ് ദ കിങ് ആൻഡ് ഹിസ് കോസ് വിത്ത് ദയർ ലീവ്സ്. അതായത് രാജാവിനും രാജകുടുംബത്തിനും രാജാവിന്റെ കോസിന് വേണ്ടിയിട്ടും അവരുടെ ജീവൻ വരെ ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള, മാർട്ടിയേഴ്സ് ആവാൻ തയ്യാറായിട്ടുള്ള ഒരു പട, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേലൈക്കാരസ് എന്ന് പറയുന്നത്, അല്ലാതെ കൊട്ടാരത്തിലെ ജോലിക്കാരല്ല. ഓക്കെ, ഇനി അടുത്തയാണ് എന്ത് ഊർ. ഊറാണെന്ത് ജനറൽ അസംബ്ലി ഓഫ് ദ വില്ലേജ്. ഒരു വില്ലേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ വില്ലേജിൽ ജനറൽ ആയിട്ടുള്ള ഒരു
അസംബ്ലി ഉണ്ടായിരിക്കും. അതായത് നാട്ടുകൂട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഊർ എന്ന് പറയുന്നത്. അടുത്താണ് എന്ത്, പാരച്ചേരി. പാരച്ചേരി മീൻസ് ദ ഔട്ട് കാസ്റ്റസ് ഹാംലെറ്റ്സ്. അതായത് ഏറ്റവും താഴെക്കടയിലുള്ള കുറെ കാസ്റ്റുകൾ ഉണ്ടായിരിക്കും, അവരൊക്കെ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഹാംലെറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരച്ചേരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് എന്ത്, അപ്പർ പെരുന്തനം ആൻഡ് ലോവർ സിറുതനം. അതായത് അപ്പർ ഓഫീസേഴ്സ് ഹു ടെൻഡഡ് ടു ഫോം എ സെപ്പറേറ്റ് ക്ലാസ് ഇൻ ദ സൊസൈറ്റി വി ആർ ഓർഗനൈസ്ഡ് ഇൻ ടു 2 റാങ്ക്സ്. അതിൽ ഏറ്റവും മേലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെരുംധനം എന്ന് പറയുന്നത്. താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിറുധനം എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്താണ്, മണ്ഡലംസ് അല്ലെങ്കിൽ രാജ്യാസ്. പ്രൊവിൻസസിനെ പറയുന്ന പേരായിരുന്നു എന്ത്, മണ്ഡലാസ് അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറയുന്നത്. നാടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡിസ്ട്രിക്ട്സിനെയാണ്. സ്ഥലാസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സബ് ഡിസ്ട്രിക്റ്റുകളെയാണ്. ഗ്രാമാസ് എന്ന് പറയുന്നത് വില്ലേജസിനെയാണ്. ഇനി മതികരതലു അല്ലെങ്കിൽ വൈശ്യാസ്, അവരെന്താണ്, മെർച്ചൻസ് ആണ്. മെർച്ചൻസിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മതികരതലു അല്ലെങ്കിൽ വൈശ്യാസ്. ഇപ്പം ഏത് ഡൈനാസ്റ്റി എടുത്ത് നോക്കുവാണെങ്കിൽ, ഏത് കാലഘട്ടം എടുത്ത് നോക്കുവാണെങ്കിൽ, ഒന്ന് പെസൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറലിസ്റ്റുകൾ, അതുപോലെ തന്നെ രണ്ടാമത്തത് ട്രേഡേഴ്സ്, മൂന്നാമത്തത് എന്താണ്, ഈ ഏറ്റവും ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ താഴെ ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർ. ഇവരൊക്കെ UPSCയുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്, നളവജതി വരൂ അല്ലെങ്കിൽ ശൂദ്രാസ്. നളവജാതി വരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ശൂദ്രാസ് മെയിൻലി അഗ്രികൾച്ചറലിസ്റ്റ്, ബട്ട് സം ഓഫ് ദം ക്യാരിയഡ് ഔട്ട് ഓൺ സെവറൽ അതർ പ്രൊഫഷൻസ്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നളവജാതി വരൂ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത എന്താണ്, നായിക്. നായിക് മീൻസ് എന്താണ്, ഗവർണർ. നമ്മുടെ ഇന്നത്തെ ഗവർണറിന്റെ പോസ്റ്റാണ്. ഗവർണേഴ്സിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് എന്ത്, നായിക്. ഹു അഡ്മിനിസ്റ്റേർഡ് ഈച്ച് പ്രൊവിൻസ്. ഇപ്പൊ മണ്ഡലംസിന്റെ ഹെഡിനെയായിട്ട്, അതായത് മണ്ഡലംസിന്റെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ ആയിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയപ്പെടുന്ന നായിക്സ് എന്ന് പറയുന്നത്. അടുത്താണ് എന്ത്, മഹാനായകാചാര്യ, ആൻ ഓഫീസർ ആൻഡ് ദ കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ ദ വില്ലേജസ് ആൻഡ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ഒരു വില്ലേജും അതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സെൻട്രൽ പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, മഹാനായകാചാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത വിജയനഗര എംപയറിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ലാൻഡ് ടാക്സ് ആണ്. ലാൻഡ് ടാക്സിന് പറയുന്ന പേരെന്താണ്, സിസ്റ്റ്. സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയനഗര എംപയറിലെ ഒരു ടൈപ്പ് ഓഫ് ലാൻഡ് ടാക്സ് ആണ്. ഇനി അടുത്താണ് എന്ത്, വരാഹാസ്. വരാഹാസ് മീൻസ് എന്താണ്, ഗോൾഡ് കോയിൻസ് ഇഷ്യൂഡ് ബൈ വിജയനഗര റൂളേഴ്സ് ഓഫ് 56 grains issued in their half and quarter denominations. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വരാഹ എന്ന് പറയുന്നത്. വിജയനഗര കാലഘട്ടത്തിലെ ഗോൾഡ് കോയിൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വരാഹ.